ഹലോ, ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഈ ഒരു കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 17ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ തലയിലോട്ട് ഇടണില്ല കേട്ടോ. എനിക്ക് പ്രശ്നമാണ്, അതായത് പനിയുടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ തലയ്ക്കൊക്കെ എനിക്ക് എന്തോ കയറിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇന്ന് മുടിയിലൊന്നും ചെയ്യണില്ല. അപ്പം ഞാൻ ഇന്നത്തെ ഹെയർ പാക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് ഞാൻ ഇതിൽ ഉണ്ടാക്കി കാണിക്കുന്നില്ല, വെറുതെ എടുത്തിട്ട് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉലുവ എടുക്കുക കേട്ടോ. ഉലുവ ഒരു 2 ടീസ്പൂണോളം ഉലുവ എടുക്കുക, ടേബിൾ സ്പൂണോളം ഉലുവ എടുക്കുക. അത് നിങ്ങൾ തലേന്ന് നൈറ്റ് വെള്ളത്തിൽ കുതിർക്കാനിടുക കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെയോ നിങ്ങൾ ഹെയർ പാക്ക് എപ്പോഴാണോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് എടുത്തിട്ട് അതിലേക്ക് ഇനി ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു 2 നെല്ലിക്കയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ഫ്രഷായിട്ട് അലോവേര ജെല്ലുണ്ടെങ്കിൽ, നമ്മുടെ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴയും ഒരു ചെറിയൊരു പീസ് കേട്ടോ, ഒരു ചെറിയൊരു പീസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇവ മൂന്നും കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു ഉലുവ കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അരിച്ചെടുക്കാണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊക്കെ ഫ്രഷ് അല്ലാണ്ട് പൊടികളായിട്ടാണെന്നുണ്ടെങ്കിൽ ഉലുവയുടെ പൊടി എടുക്കാം. അത് നമുക്ക് ഇനി കുതിർത്തിട്ട് അരക്കണ്ടല്ലോ, അതുകൊണ്ട് പൊടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതിയാകും. 2 ടേബിൾ സ്പൂൺ പൊടി എടുക്കുക. നെല്ലിക്കയുടെ പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൗഡറും നമുക്ക് എന്താ പറയുക, ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതിയാകും. അതെടുക്കുക. അതിന് ശേഷം അലോവേര ജെല്ല് നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിക്ക് അലോവേര ജെല്ലും കൂടി അതിനകത്തേക്ക് മിക്സ് ആക്കി കൊടുത്ത് ആ ഒരു അലോവേര ജെല്ലിൽ ആ ഒരു പൊടികളൊക്കെ നന്നായിട്ട്, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ടാകും. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. ഉലുവ നമ്മുടെ മുടി വളരാൻ ഒത്തിരി നല്ലതാണ്. പ്ലസ് നമുക്ക് ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നാച്ചുറലായിട്ട് മുടിക്കൊരു കളർ കൊടുക്കാൻ, നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാനും നല്ല ഗ്ലോ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു അലോവേരയും ഉലുവയൊക്കെ സഹായിക്കുന്നതായിരിക്കും. പ്ലസ് നമ്മുടെ നെല്ലിക്ക മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ്, മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. സോ നമുക്ക് ഇത് അടിപൊളിയായിട്ട് വർക്കാവുന്ന, മുടി വളരാൻ ഏറ്റവും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഈ ഒരു പാക്കും കൂടി ഇട്ട് കൊടുത്ത് നോക്കുക, അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അന്നത്തേക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുകയാണെങ്കിൽ ഞാൻ തലയിൽ വീണ്ടും പാക്കുകളൊക്കെ ഇട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.